ഹായ് ഹലോ വെൽക്കം ടു PYQ സീരീസ് ഓഫ് ക്രാഫ്റ്റ് മൈസെൽഫ്. ഇന്ന് നമുക്ക് 47/2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ഫസ്റ്റ്ലി ലാൻഡഡ് അറ്റ് കാലിക്കറ്റ് ഇൻ ദ ഇയർ 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് കപ്പലിറങ്ങിയത്. അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ച രാജാവ് മാനുവൽ രാജാവായിരുന്നു. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ യാത്ര ചെയ്തു വന്ന കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. അദ്ദേഹം 1502 1524 കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 1524 അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആവുകയും ചെയ്തു. 1524 ഡിസംബർ 24 തന്നെ അദ്ദേഹം മലേറിയ ബാധിക്കപ്പെടുകയും മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ അടക്കം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 1539 പോർച്ചുഗീസിലെ ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശവശരീരം കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പഠിക്കാനായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ട്രീറ്റി പവർ ഓഫ് മലബാർ ട്രാൻസ്ഫേർഡ് ഫ്രം സുൽത്താൻ ഓഫ് മൈസൂർ ടു ബ്രിട്ടീഷ്? അതാരാണ് ഒപ്പുവെച്ചത്? അതായത് മലബാറിലേക്കുള്ള അധികാരം ബ്രിട്ടീഷിന് കിട്ടിയത് ഏത് ട്രീറ്റി പ്രകാരം എന്നുള്ളതാണ്. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണ് ഉത്തരം. 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി ഒപ്പുവയ്ക്കുന്നത്. തേർഡ് മൈസൂർ വാർ നടക്കുന്നത് 1782 മുതൽ 1792 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിൽ ടിപ്പു തോൽക്കുകയും ചെയ്തു. കേരളത്തിൽ ബ്രിട്ടീഷിൻ്റെ കീഴിലാവാൻ കാരണം ഈ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആത്മോപദേശ ശതകം റിട്ടൺ ബൈ വിച്ച് സോഷ്യൽ റിഫോമർ ഓഫ് കേരള? ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനിലുള്ള ബാക്കിയുള്ള ആളുകളുടെ കൃതികളും കൂടി നോക്കാം. പ്രധാനമായും ചട്ടമ്പി സ്വാമികളുടെ നോക്കാം. ആദിഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ഒന്നുകൂടി പറയാം: ആദിഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ക്രിസ്തുമത നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. രണ്ടാമതായിട്ട് വാഗ്ഭടാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1885 ഏപ്രിൽ 27 കണ്ണൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1914 ശിവയോഗ വിലാസം മാസിക പ്രസിദ്ധീകരിച്ചു. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. 1939 യജമാനൻ അത് ഞാൻ പറയുന്നില്ല പോയിന്റ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ PYQ സീരീസിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.